വചനമൊഴി മാർച്ച് 7. വചനഭാഗം 2 കൊരിന്തോസ് 6:14-7:1, ലൂക്കായുടെ സുവിശേഷം 8:42-48. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലം ആത്മവിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെ പുതുക്കലിന്റെയും സമയമാണ്. ഇന്നത്തെ തിരുവചനങ്ങളിൽ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധിയും ശുദ്ധീകരണത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഈശോയുടെ സ്പർശനത്തിൽ സുഖം പ്രാപിച്ച സ്ത്രീയുടെ വിശ്വാസം നമ്മെ കാണിച്ചു തരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരങ്ങളെന്ന് സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. ദൈവാലയം പോലെ വിശുദ്ധിയോടുകൂടി നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുവാൻ, ക്രിസ്തീയ ജീവിതത്തിന്റെ അനന്യതയെക്കുറിച്ചാണ് സ്ലീഹയോട് പറയുന്നത്. മറ്റ് ജീവിത ശൈലികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വിശുദ്ധ ജീവിത ശൈലി പരിശീലിക്കുക, അത് ജീവിക്കുക, അതാണ് ക്രിസ്തീയതയുടെ അനന്യത. ഈശോയിൽ ജീവിക്കുന്നവർക്ക് ജീവിതം വിശുദ്ധിയുടെയും സത്യത്തിന്റെയും വഴിയായിരിക്കണമെന്ന് സ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവഭയത്തോടെ ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുവാനും ദൈവാലയം പോലെ വിശുദ്ധമുള്ളതായി ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാനും സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് മാറി ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്ന അവസരമാണ് ഈ നോമ്പ് കാലഘട്ടം. 12 വർഷമായി രോഗബാധിതയായിരുന്ന ഒരു സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ സൗഖ്യം പ്രാപിക്കുന്ന വിശ്വാസത്തോടുകൂടി കർത്താവിനെ സമീപിക്കുന്നതും കർത്താവിനെ സ്പർശിച്ച് സൗഖ്യം നേടുന്നതുമാണ് നാം കാണുന്നത്. ആ സ്ത്രീ കർത്താവിനെ സ്പർശിച്ച് സൗഖ്യം നേടിയപ്പോൾ ഈശോ പറയുന്നത്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. നോമ്പുകാലം നമ്മെ മിശിഹായോടടുത്ത് കൂടുതൽ യാത്ര ചെയ്യാൻ ക്ഷണിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാപത്തിൽ നിന്ന് മാറി ശുദ്ധീകരിക്കപ്പെടുവാൻ, മിശിഹായെ സ്പർശിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, ദൈവകൃപ സ്വീകരിച്ച് സൗഖ്യമുള്ളവരായി മാറുവാൻ നമുക്ക് സാധിക്കണം. മിശിഹായുടെ കൃപ നമ്മുടെ ജീവിതത്തെ സുഖപ്പെടുത്തുകയും പുതുക്കുകയും ചെയ്യും. ഹൃദയം വിശുദ്ധീകരിച്ച് മിശിഹായ്ക്ക് ചേർന്ന വിധത്തിൽ ജീവിക്കുവാൻ, ഹൃദയത്തിന്റെ വിശുദ്ധി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രഘോഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.